ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. കെട്ടവൻ തൊട്ടിടിൽ കിട്ടിടും തട്ട് എന്നൊരു ചൊല്ലുണ്ട്. നമുക്കിത് വിശദമായിട്ടൊന്ന് നോക്കേണ്ടതുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, നിങ്ങളുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ടതാണ്. ജ്യോതിഷത്തിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനലിൽ 350-ൽ പരം വീഡിയോകളുണ്ട്. അതിൽ പല വീഡിയോകൾ തന്നെയും കേരള അസ്ട്രോളജിയിലുള്ള ഹോരാശാസ്ത്രം, ബൃഹജ്ജാത പദ്ധതി, സാരാവലി, ഫലദീപിക, ജാതകാദേശം, പ്രശ്നമാർഗം, പ്രശ്നാനുഷ്ഠാന പദ്ധതി മുതലായിട്ടുള്ള ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട്. ഇതല്ലാണ്ട് തമിഴ് അസ്ട്രോളജിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സുകളും പല ഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും, പിന്നെ എപ്പോഴും പലരും പറയാൻ മടിക്കുന്ന മുടക്ക്, തിഥിശൂന്യം, യോഗി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മളുടെ ചാനലിൽ നിന്ന് കിട്ടും. അപ്പൊ കെട്ടവൻ തൊട്ടിടിൽ കിട്ടിടും തട്ട് എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. കെട്ടവൻ തൊട്ടിടിൽ കിട്ടിടും തട്ട്. ഇത് വളരെ സമയം കുറച്ച് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. പക്ഷെ ചിലപ്പോൾ സമയം കൂടി പോവും. ഇത് ആദ്യമായിട്ട് കാണുന്നവര് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. ഇത് അടിപൊളി ഒരു ടിപ്പ്. അവസാനം വരെ ഞാൻ പറയുന്ന കോംപ്ലിക്കേഷൻസ് മനസ്സിലായില്ലെങ്കിലും അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മളൊരു ജാതകം നോക്കുമ്പോൾ ആണോ കോംപ്ലിക്കേഷനിലേക്കാണ് പോണത്. ഇത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഒരു ജാതകം നോക്കുമ്പോൾ ഒരു ഗ്രഹം എവിടെ ഇരിക്കുന്നു, കിടക്കയായാലും ഗ്രഹം നിൽക്കുകയായാലും ഇരിക്കുകയായാലും ഇതെടുത്തോളണം. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ദ്രേക്കാണേ ശരീരരൂപാണാം ദേഹിരൂപാണാം എന്നൊക്കെ പറയുന്ന പ്രമാണം അനുസരിച്ച് എന്തായാലും ഒരു ഗ്രഹം നിൽക്കുന്ന രാശി പ്രധാനം. അവിടെ രണ്ടാമത് നോക്കണത് കൺജങ്ഷൻസ് ആണ്. ഗ്രഹത്തിന്റെ കൺജങ്ഷൻ യോഗം എന്ന് പറയും. അത് ഗ്രഹാശ്രയനാഥന്റെ കൺജങ്ഷൻസ് എടുക്കണം, ഗ്രഹാധിപന്റെ കൺജങ്ഷൻ എടുക്കണം, ആശ്രയനാധിപന്റെ കൺജങ്ഷൻ ഒക്കെ എടുക്കണം. ഉദാഹരണം ലഗ്നാധിപന്റെ ആണെങ്കിൽ ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, ഏത് ടൈപ്പ് ക്ഷേത്രത്തിൽ നിൽക്കുന്നു, ആരോട് കൂടി യോഗം ചേർന്ന് നിൽക്കുന്നു, ആശ്രയനാഥൻ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, ഈ സാരനാഥൻ എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒന്നാമത്തത്. രണ്ടാമത്തതാണ് ആസ്പെക്ട്സ്, വീക്ഷണം, ദൃഷ്ടി, പാർവ എന്നൊക്കെ പറയുന്ന ആസ്പെക്ട്സ്. അപ്പൊ ഇത്തരത്തിൽ നോക്കുമ്പോൾ ജാതകത്തിൽ ഫലം പറയാൻ ഉപയോഗിക്കുന്ന കാര്യം, അതായത് ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഫലം തരുന്നത് തന്നെ കൺജങ്ഷൻസ് കൊണ്ടും പാർവൈ കൊണ്ടുമൊക്കെയാണ് എന്ന് എടുത്തോളണം. അപ്പൊ അത്തരത്തിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് ഒരു അമ്മയിപ്പ് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞേക്കണ? കാലാങ്കാനി വരാംഗമാനനമുരോ ഹൃത്ക്രോഡവാസോ മൃദോ വസ്തിർവ്യഞ്ജന മൂരു ജാനുയുകളേ ജംഘേ തദേ അംഗൃദ്വയേ മേഷാശി പ്രഥമ നവർഷ ചരണ ചക്രസ്ഥിതാരാശയോ രാശി ക്ഷേത്ര ഗൃഹ ഋഷഭാനി ഭവനം ചയേകാർത്ഥ സംപ്രത്തയേ എന്ന് പറയുമ്പോ ശരീരം തല മുതൽ കാലിന്റെ വരെ രാശികളാണ്. കാലപുരുഷന്റെ എന്ന് പറഞ്ഞാൽ മേഷൻ രാശി, കാലപുരുഷന്റെ തല, വൃഷഭം മുഖം, മിഥുനം കൈകള്, ഇങ്ങനെ പോകുന്നു. കാലപുരുഷന്റെ തല, മുഖം, കൈകൾ, ഇങ്ങനെ രാശികൾ പോകുന്നു. അപ്പൊ അതുപോലെ തന്നെ അത് രാശി അമയിപ്പാണെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം അതെടുത്ത് രോഗം പറയാനായിട്ട് നമ്മൾക്ക് കഴിയുമെങ്കിൽ തന്നെയും വർക്കിംഗ് അതിന്റെ കാരകത്വത്തില് ചരകാരകത്വം, സ്ഥിരകാരകത്വമാണെങ്കിൽ ചരകാരകത്വം പറയുന്ന സമയത്ത് ചരകാരകത്വം സ്ഥിരകാരകത്വം എന്തിനുപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ബലം പറയുമ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ചരകാരകത്വത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് ലഗ്നം തന്നെയാണ് തല. അതായത് കലാങ്കാനി വരാംഗം ആനനം പൂർവം എന്ന് പറയുമ്പോൾ ലഗ്നം ഏതാണോ അതാണ് നിങ്ങളുടെ തല. ഉച്ചി എന്നാൽ 10ാം ഭാവം എന്ന് പറയുന്ന വേറെ ഒരു കണക്കാണ് കേട്ടോ. ഉച്ചി എന്നാൽ തല ലഗ്നം. 2ാം ഭാവം മുഖം, 3ാം ഭാവം ഒരു എന്ന് പറഞ്ഞാലും കൈകളൊക്കെ 3ാം ഭാവം, 4ാം ഭാവം ഈ ഏരിയ ഹൃദയം മുതലായ ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാമത്. അപ്പൊ ഇവിടെ എന്താ പറയാ, കെട്ടവൻ തൊട്ടിടിൽ കിട്ടിടും തട്ട് അല്ലെങ്കിൽ കിട്ടിടും പട്ട എന്ന് വരെ കറക്റ്റ് പറയാൻ ഞാൻ ആ വാക്ക് മാറ്റി പറഞ്ഞെന്നുള്ളൂ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പല ആളുകളും പല സംഭവം പഠിക്കാൻ വേണ്ടിയിട്ട് പല മഹാന്മാരുടെ അടുത്തേക്ക് പെടും. യുവമാര് അനുഗ്രഹം കൊടുക്കും. അത് ജ്യോത്സ്യന്മാരാവാം, മന്ത്രവാദികളാവാം, ഗുരുക്കന്മാരാകാം, യോഗികളാവാം, എന്ത് തന്നെ ആവാം.
ആത്മീയ ഗുരുക്കന്മാരൊക്കെ ആവാം. ചിലപ്പോൾ ഇങ്ങനെ അനുഗ്രഹം തരും, നന്നായി വരും എന്നും പറഞ്ഞ് നിങ്ങളുടെ ഉച്ചിയിൽ കൈ കൊണ്ട് വെച്ച് അനുഗ്രഹം തരും. അതോടുകൂടി ചിലപ്പോൾ നിങ്ങളുടെ തല വരെ അങ്ങോട്ട് മാറിക്കിട്ടും. കാരണം ഉച്ചി എന്നാൽ ഇവിടം വരെ അല്ല, അവിടം വരെയാണ് ഉച്ചയിരിക്കുന്നത്. കൊലമണി നാരായണ വാസലാകുന്ന ഉച്ചിയിൽ ബ്രഹ്മരന്ധ്രമാകുന്ന തടത്തിൽ റായാകുന്ന ആ ചൈതന്യം ഇരിക്കുന്ന രവിയാകുന്ന, ഇനി ഈജിപ്ഷ്യൻ ഇതിൽ പറഞ്ഞ റാക്കുഹും ആകുന്ന ആ തേജസ് ആകുന്ന ഇത് പൈനൽ ഗ്ലാൻഡിലിരിക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആ ഉച്ചിക്ക് കീഴെ ഉണ്ണാക്കിൻ മേലെ ഇരിക്കുന്ന ആ ജ്യോതിയാകുന്ന ആ ഉയിരാകുന്ന ലഗ്നം. എന്തിനാണല്ലോ ഇത്രയൊക്കെ നീട്ടി വലിച്ച് തട്ടിയത്? ആ ലഗ്നം അത്രയും പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവണം. സപ്പോസ് നിങ്ങളുടെ ലഗ്നം ധനു ലഗ്നമാണെന്ന് വിചാരിക്കുക, ഗുരുവിന്റെ ലഗ്നമാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതില് പഠിക്കാൻ ആഗ്രഹം വന്നപ്പോഴാ 8ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ വന്ന് ലഗ്നത്തിലിരിക്കണം. കുഴപ്പമില്ല, ഇതൊരു തരത്തിൽ ചന്ദ്രൻ ലഗ്നത്തിലിരിക്കുന്നത് നല്ലതാണ്. ട്രാവലൊക്കെ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ പോകും. അഷ്ടമാധിപൻ ഗൂഢവിദ്യ പഠിക്കാൻ പോകും. ഈ ഗുരു ചെന്നിട്ട് ശത്രുക്ഷേത്രമാണ് കേട്ടോ. ഈ വ്യാഴം ചെന്നിട്ട് ബുധന്റെ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ നല്ലവണ്ണം പഠിക്കാൻ പോകും. അവസാനം ശത്രുക്ഷേത്രത്തിലെ ഇരിക്കുന്ന ഗ്രഹത്തിന്റെ കാരകത്വത്തെ നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും ചില കാരകത്വങ്ങൾ, ജീവകാരകത്വത്തെ തെരഞ്ഞെടുക്കുമ്പോൾ, ജീവകാരകത്വം അതായത് ആൾക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. 8 എന്ന് പറഞ്ഞാൽ ഇത് 8ാം ഭാവത്തിന്റെ പണി. സർവപ്രണാശോ വിപിതോപവാദോ ഹേതു പ്രദേശോ മരണസ്യ ദാസ്യം, ഇങ്ങനെയൊക്കെയുള്ള 8ന്റെ പണി കിട്ടും. മൃത്യു, ദൂഷ്യതാം, അപവാദം, കൃത്വം, ഹീനത്വം, ഇതെല്ലാം കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട് 8ന്റെ പണി. അപ്പൊ ജീവകാരകത്വം ആയിട്ടുള്ള ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ പോയി, ഇത് ഒരു ഉദാഹരണം മാത്രമല്ല, ഇതെല്ലാം വെച്ചിട്ട് ആയിരക്കണക്കിന് കോമ്പിനേഷൻസ് പറയാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ അപ്പോഴാണ് മന്ത്രവാദവും ജ്യോതിഷവും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്നേക്കാണ്, അനുഗ്രഹം മേടിക്കാൻ ചെന്നേക്കാണ്. കാല് തൊട്ട്, കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12ാം ഭാവം, ശനി പവർഫുൾ ആയിട്ടിരിക്കുന്ന ഭാവം, കർമ്മ നിങ്ങൾക്ക് തരുന്ന ഭാവം. കാലോട്ട് വന്നിച്ചാൽ എന്ത് കിട്ടും? കർമ്മ കിട്ടും. കാരണം ശനിയാണ് കാല്. പോട്ടെ, കാലോട്ട് വന്ദിക്കാന്ന് വിചാരിക്കാം. ഒരു മഹാത്മാവിന്റെ കാലോട്ട് വന്നിച്ചാൽ അതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും. പക്ഷെ ഇവിടെ ആ ഗുരു ആരായിരുന്നു? വൃശ്ചിക ലഗ്നം. മന്ത്രവാദം പഠിക്കാന്നപ്പോ വൃശ്ചിക ലഗ്നം, ലഗ്നത്തില് രാഹു, 7ല് കേതു ഉണ്ടാവില്ല, തീർച്ചയായിട്ടും ഇരിക്കുന്ന ഒരുത്തന്റെ അടുത്താണ് പോയി പഠിക്കണം. വൃശ്ചിക ലഗ്നം തന്നെ മനസ്സിലായില്ലേ? വൃശ്ചിക ലഗ്നം എന്ന് പറഞ്ഞാൽ പണി തരുന്ന സ്ഥലമാണ്. വെട്ടിപ്പൂട്ടി തട്ടുന്ന ഇടമാണ് രാശിയിൽ വൃശ്ചികം. അപ്പൊ അവിടെയാണോ 3ാം ഭാവത്തിലിരിക്കുന്നത് ആരാ? ഗുളികൻ. ഇനിയിപ്പോ ഗുളികൻ അല്ലെങ്കിൽ തന്നെ രാഹുവ ശനിയൊക്കെ 3ലിരിക്കുന്ന ഒരുത്തനാണ് നിങ്ങൾക്ക് അനുഗ്രഹം തന്നെ എന്ന് വിചാരിക്കുക. എന്തരടേ ഈ അനുഗ്രഹം തമ്മിലുള്ള ബന്ധം എന്ന് വിചാരിച്ചാ വേറെ ഒന്നുമില്ലടേ. 3ാം ഭാവം എന്ന് പറഞ്ഞാൽ കൈ. ഈ കൈയിലെ ഈ മർമ്മസ്ഥാനം, കൈ വെള്ളെ മർമ്മസ്ഥാനം 3ലിരിക്കുന്ന ഗ്രഹത്തിന്റെ എനർജി കൊണ്ട് നിറഞ്ഞതായിരിക്കും. അപ്പൊ 3ല് ഗുളികനാണ് ഇരിക്കണെങ്കിലോ അവന്റെ കൈ, ആ എനർജി എന്ന് പറഞ്ഞാൽ ഗുളികന്റെ എനർജി ആയിരിക്കും അവന്റെ കയ്യിലുള്ള. നിങ്ങൾ ഉച്ചന്തല ഇങ്ങനെ കുമിച്ചു കൊടുക്കില്ലേ? നിങ്ങളെ ലഗ്നമല്ല ഇത്? നിങ്ങളുടെ ലഗ്നത്തിൽ ചന്ദ്രൻ ഇരിക്കുന്ന ഇടമല്ലേ? അവിടെ കൊണ്ടുവന്ന് കൈ പൊത്തുമ്പോ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? ചന്ദ്രൻ പ്ലസ് ഗുളികൻ. നിങ്ങൾ പെട്ടുപോകും. നിങ്ങൾ മനസ്സ് ഇതില് ഗുളികന്റെ, അതായത് പ്രേതഭൂത പിശാചുക്കൾ, ആത്മീയ വിദ്യ, മറിച്ച് എന്നൊക്കെ പറയുന്ന ഈ ഇൻഫർമേഷൻ തരുന്ന ഇടവും 3ാം ഭാവവും. എനിക്കതറിയാം, ഇതറിയാം, അതിനറിയാം, ചെയ്യാനറിയാം, ഞാൻ ഹ്രീം ഹ്രീം ഹുഹ ഹി വഹ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അപ്പൊ അപ്പുറത്തെ വീട്ടിൽ അഷ്ടത് കെട്ടി, അഷ്ടനെ കെട്ടി, അപ്പുറത്തെ വീട്ടിൽ അവനെ കെട്ടി, ഇവനെ കെട്ടി, ആകാശം കെട്ടി, ഭൂമി കെട്ടി, അത് കെട്ടി, ഇത് കെട്ടി എന്നൊക്കെ പറഞ്ഞുള്ള മന്ത്രമൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് ഇതെന്തായിരിക്കും എന്ന് വെച്ചാൽ ചന്ദ്രൻ ഗുളികൻ പോയിട്ട് നിങ്ങളുടെ ഉച്ചിയിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ എനർജി വന്ന് നിങ്ങളുടെ, അതോടുകൂടി നിങ്ങളുടെ മനസ്സ് മായയിൽ പെടും. ഇനി ലഗ്നത്തിൽ ഒരു വ്യാഴം നിൽക്കണവനായിരുന്നെന്ന് വിചാരിക്കാം നിങ്ങൾ. അതായത് ഇതേ ജാതകം, ഇത് ഏതെങ്കിലും ആയിക്കോട്ടെ, ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ വരച്ചെന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ലഗ്നത്തിൽ ഗുരു നിൽക്കണ ഒരുത്തൻ, ഈ 3ല് ശനിയോ ഗുളികനോ രാഹുവോ നിൽക്കണ ഒരുത്തൻ അനുഗ്രഹം തന്നു കഴിഞ്ഞാൽ ഇവിടെ ഗുളികൻ പ്ലസ് ശനി, ഗുരു പ്ലസ് ഗുളികൻ പ്ലസ് ഗുരു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികം നശിക്കും, നിങ്ങളുടെ ആത്മീയത നശിക്കും. ഇതെല്ലാം വന്ന് ലഗ്നത്തിന് വന്നു ചേരും. പരാജയവും, ഏതൊരു കാര്യവും തള്ളി നിൽക്കുന്ന അവസ്ഥ വരും, മാലിന്യം വരും, സ്റ്റക്കായി പോയിട്ട് നശിക്കാനുള്ള സാധ്യത വരും. ഇത് പറയാനൊരു കാരണം ഉണ്ടായി. പല ആളുകളും പല സ്ഥലത്ത് പഠിക്കാൻ പോവുന്ന സമയത്ത്
ഈ നമ്മൾക്കറിയാവുന്ന പല ആളുകളുടെ അടുത്തൊക്കെ പഠിക്കാനൊക്കെ പോയിട്ട് അവസാനം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കളെ പണി കിട്ടി പണ്ടാരടങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകള്. അപ്പൊ എന്തുകൊണ്ട് ഗുരുക്കൾ ആ സമയത്ത് പറഞ്ഞില്ല? എടേ, ഞാൻ ആ സമയത്ത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. കാരണം നീ ആ ഗുളികന്റെയും ചന്ദ്രന്റെയും ആ ഒരു ഇതിലിരിക്കുകയാണ്, ആ ഒരു എനർജി വലയത്തിലിരിക്കുന്ന സമയം. അത് അവന് ഗുണമൊന്നും വേണ്ട ആവശ്യമില്ല. അവൻ മുൻജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ അനുസരിച്ച് അവന്റെ മൂന്നിൽ ഗുളികനും ശനിയും രാഹുവൊക്കെ വന്നിരിക്കുകയാണ്. നീ പെട്ട് തന്നെ, നീ അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നീ പെട്ട്, നീ പിന്നെ ഇതിനെ മാറ്റണമെങ്കിൽ നീ എവിടെ പോകേണ്ടവരും. അവിടെ പോകേണ്ടവരും ഞാൻ ഇവിടെ പബ്ലിക്കായിട്ട് പറയില്ല, അത് വന്നിട്ട് പേഴ്സണൽ ആയിക്കോണി പറഞ്ഞുതരാം. അത്തരത്തില് ആളുകൾ വിളിച്ച് കുറെ ആളുകൾ പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതൊരു എനർജി ലെവലിൽ ഇത് വന്നിട്ട് വർക്ക് ചെയ്യും. സപ്പോസ് ഇത് നെഗറ്റീവായ ഗ്രഹം ആയതുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, ആ ഒരു എനർജി ഉണ്ടാവും. ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്യും. ഇത് എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആണ്. ചില ആളുകൾ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. വീട്ടിലുള്ള ആളുകൾ ടച്ച് ചെയ്യുമ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ അംഗങ്ങള്, ഓരോ അംഗങ്ങളിൽ ഗ്രഹ അമൈപ്പുകൾ എങ്ങനെയാണെന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള വളരെ സീക്രട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഐഡിയ ആണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഓരോ അംഗങ്ങളിലും ഇരിക്കുന്ന എനർജി കേന്ദ്രങ്ങളിൽ 27 നക്ഷത്രങ്ങളും 108 നക്ഷത്രങ്ങളാവുന്ന മർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നും 12 രാശികൾ, 12 പടുവർമ്മ സ്ഥാനങ്ങളെയും നാടികൾ ഇണപിരിയുന്ന സ്ഥലങ്ങളെയും ബന്ധിച്ച് 12 സ്ഥാനങ്ങൾ ഇരിക്കുന്നുണ്ടെന്നും മർമാണികള് ലക്ഷത്തിലൊരാൾക്ക് അറിയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരുമ്പോൾ ഈ കോസ്മിക് ലെവലിൽ ഈ ഗ്രഹങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയേണ്ടതും ഓർമ്മിക്കേണ്ടതും ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ വർക്ക് ചെയ്യോടെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ലെങ്കിൽ റേക്കി വർക്ക് ചെയ്യത്തില്ല, പ്രാണി ഹീലിംഗ് വർക്ക് ചെയ്യത്തില്ല, TFT വർക്ക് ചെയ്യത്തില്ല, അക്യുപഞ്ചർ, അക്യുപ്രഷർ, ഇത്തരത്തിലുള്ള പ്രാണ ചികിത്സാ രീതികൾ, ധ്യാനം, യോഗ, മെഡിറ്റേഷൻ, ഒരു സാധനം വർക്ക് ചെയ്യത്തില്ല. മന്ത്രോദം വർക്ക് ചെയ്യത്തില്ല, കൂടോത്രം വർക്ക് ചെയ്യത്തില്ല, പൂജകൾ വരെ വർക്ക് ചെയ്തിട്ടില്ല. കാരണം ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള തിയറി ഇതാണ്. അതിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രം അക്ഷിഹി എന്ന് പറയുന്നതിന്റെ കാരണം. നേത്രമാണ്, അക്ഷിയാണ് എന്ന് പറയുന്നത്. വേദസ്യ ചക്ഷുസ് ജ്യോതിശാസ്ത്ര എന്ന് പറയുന്നുള്ള കാരണം ഇത് തന്നെയാണ്. വേദത്തിൻ കണ്ണാമത് ജ്യോതിര ശാസ്ത്രം ഇതേ എന്ന് പറയുന്നതിനുള്ള കാരണമാണ്. അപ്പൊ ഇത് കണ്ണാകുന്ന ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കണം. അപ്പൊ ഒരു ജ്യോതിഷൻ അവന്റെ 3-ാം ഭാവം എന്ന് പറഞ്ഞ 3-ലിരിക്കുന്ന ഗ്രഹത്തില് ആ കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഇത് തട്ടിച്ച് നോക്കണം, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. 7-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും പാവൻ ഇരുന്ന് കഴിഞ്ഞാൽ, ചൊവ്വ ഇരുന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ട് സ്ത്രീക്ക് പ്രശ്നം വരുമെന്ന് പറയാനുള്ള കാരണം ശരീരവുമായിട്ട് തട്ടിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് ചില ഗുട്ടൻസ് പിടിയിട്ടും. ഗുട്ടൻസ് പിടിയിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യാൻ, ഞാൻ വേറൊരു വീഡിയോയിൽ ഇതൊക്കെ ഇട്ടുതരാം. അപ്പൊ ഇത്രേ ഉള്ളൂ. അനുഗ്രഹം വായിക്കുന്ന സമയത്ത് 3-ാം ഭാവത്തില് ഇരിക്കുന്ന ഗ്രഹങ്ങൾ റോങ് ആയിട്ടുള്ളവന്റെ അടുത്തുനിന്നാണ് നിങ്ങൾ അനുഗ്രഹം വാങ്ങിക്കുക. അതോടുകൂടി കെട്ടവൻ എന്ന് ഉദ്ദേശിച്ചത് അതാണ്, കെട്ടിരിക്കുന്നവൻ. ലഗ്നം കെട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. ലഗ്നം കെട്ടവൻ ആയിട്ടുള്ള ഒരുത്തൻ, രാഹുകേതുക്കള്, ഗുളികനൊക്കെ ലഗ്നത്തിലിരിക്കുന്ന ആളുകള്, ചിലപ്പോൾ കേതുവൊക്കെ ലഗ്നത്തിലിരിക്കുന്ന സ്വാമിയൊക്കെ ആയിട്ട് മാറാം. ആ ഒരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് അനുഗ്രഹം വരുമ്പോൾ തരുന്നത്, അല്ലാണ്ട് ദൈവത്തിന്റെ അല്ല. അവന്റെ ശരീരത്തിലുള്ള പ്രാണശക്തിയാണല്ലോ വരുന്നത്. ഈ ചക്രയിലൂടെ വന്ന് നിങ്ങളുടെ ഉച്ചിയിലൂടെ വന്ന് നിങ്ങളുടെ ആത്മാവിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഈ സംഭവം ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക. പൊന്നു സാറന്മാരെ, മാഡംസെ ശ്രദ്ധിച്ചു പോവുക. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. ഇതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ജ്യോതിഷത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ അനലൈസിറ്റിക് ആയിട്ട്, പ്രത്യേകിച്ച് തമിഴ് അസ്ട്രോളജിയിൽ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. ഇനിയും ഇത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പറയാവുന്നതാണ്. ഇതൊരാൾ ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യാൻ വീഡിയോ ആണ്. ആരാണ് ആവശ്യപ്പെട്ടതെന്ന് വേണമെങ്കിൽ വന്നിട്ട് കമന്റിന്റെ അടിയിൽ കമന്റ് ചെയ്യാം. ഇന്നേക്ക് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യശ്വരായ നമഃ.